മനസ്സ് മൊത്തം ഹാങ് ആണ് മാഷേ, ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മള് കുറച്ച് നേരത്തെ എണീച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര തണുപ്പാ. ഇന്ന് 20 ഡിസംബർ 2020 കേട്ടാ. കൊറേ കാലത്തിന് ശേഷം നമ്മൾ പുറത്ത് പോന്ന കൊറോണയും അതിന്റെ ക്വാറന്റൈനും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇന്നൊന്നും ഇപ്പൊ നമ്മള് പുറത്തിറങ്ങുന്നു. അപ്പൊ ഈ നമ്മള് ജോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നൊരു യാത്ര പോകാനാണ്. ഒരു ദിവസത്തെ ട്രിപ്പാണ്. 18 ആൾക്കാരും ഉണ്ട്. എല്ലാരും 5 വീട്ടിൽ നിന്നായിട്ടാണ് വരുന്നത്. എല്ലാരോടും ചാലക്കെത്താനാ പറഞ്ഞത്. നമ്മളെ ടൂർ കോർഡിനേറ്റർ ചാലക്കാനുള്ളത്. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ബൈ. ദാ എത്തി നമ്മുടെ രഥം. ഒരു വൺ ഡേ ട്രിപ്പ്. കൊറോണയുടെ അതികഠിനമായ ചങ്ങലകൾക്കിൽ നിന്നുകൊണ്ട് 7:30 കൂടി തുടങ്ങി മനോഹരമായ നമ്മുടെ ആ യാത്ര. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചു. ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ മുതിർന്നവർക്കിടയിൽ പൊടിപൊടിച്ചു. തമ്മിലടികളിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വിഭാഗത്തെ ഓർക്കാതിരിക്കാൻ കൃഷ്ണമൂത്തച്ഛനും ദേശാഭിമാനി പത്രത്തിന്റെ വരികൾക്കിടയിലെ വിപ്ലവത്തെയും മിന്നിച്ച ചുവപ്പിൻ വിജയത്തെ മറക്കാൻ സുരേന്ദ്രനും കൂമ്പുകുത്തിയ താമരയെ മറക്കാൻ കക്ഷികളായ രവിയാപ്പനും മൂത്തച്ഛനും വിവേകാട്ടനും മറന്നില്ല. കേരളത്തിൽ നിന്നും തുടങ്ങിയ അവരുടെ ചർച്ചകൾ അതിർവരമ്പുകൾ കയറി മറയുകയായിരുന്നു. കമലഹാസന്റെയും രജനീകാന്തിന്റെയും രാഷ്ട്രീയ ഭാവി മുതൽ ഡൽഹിയിലെ കർഷക സമരം, രാഹുൽ ഗാന്ധിയുടെ പുതിയ കാഴ്ചപ്പാടുകൾ, ബംഗാളിൽ മമതയുടെ അവസ്ഥ എല്ലാം വണ്ടിയുടെ മുന്നിൽ ചർച്ചാ വിഷയങ്ങളായി. എന്നിരുന്നാലും ഓരോ സ്ഥലങ്ങളിലെത്തിയപ്പോൾ ആ സ്ഥലത്തിന്റെ വൈബ് അവിടെ എത്തിക്കൊണ്ടേയിരുന്നു. യാത്ര പുരോഗമിച്ചു. തുടക്കം ഭക്തിസാന്ദ്രമായിരുന്നു. 3 പാട്ടിനു ശേഷം സംഭവം ക്ലാസ്സായി. വളവട്ടണം പാലമായതോടുകൂടി യാത്ര ലൈവായി. ക്രിസ്മസിനെ വരവേൽക്കുന്ന ഒരു സമൂഹത്തെയാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ കണ്ടു തുടങ്ങിയത്. ആലക്കോട് എത്തിയപ്പോഴേക്കും കാലാവസ്ഥ മാറി തുടങ്ങിയിരുന്നു. യാത്ര ത്രില്ലിംഗ്. റോഡിന്റെ ഒരു വശത്ത് വലിയ ഗർത്തം, പാമ്പിനെ പോലെ ചുഴഞ്ഞ പാത, മനോഹരമായ മലനിരകൾ. യാത്ര എത്തി നിന്നത് അരിവിളഞ്ഞ പൊയ്ലിൽ. അങ്ങനെ നമ്മള് ചാലക്കുന്ന് തുടങ്ങിയ നമ്മളെ യാത്ര ഇപ്പോ അരി വിളഞ്ഞ പൊയില് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. പിന്നെ ഈ ബസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായി ഇങ്ങനെ ഈ കയറ്റം കയറ്റി വരാൻ വേണ്ടി. എഴഞ്ഞെഴഞ്ഞാ വരുന്നത്. അതുകൊണ്ട് തന്നെ ബസ്സിന് നമ്മള് കുറച്ചാൾക്കാർ ഇറങ്ങിച്ച് വേറൊരു ജീപ്പ് കയറി. ഈ ജീപ്പ് തന്നെയാണ് നമുക്കങ്ങ് മേലെ വരെ പോണ്ടത്. ശരിയായി. അങ്ങനെ നമ്മള് ജീപ്പ് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ജീപ്പ് യാത്ര ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ഇത് കയറുന്നത്. നല്ല പാടാ. പിന്നെ ഓപ്പോസിറ്റിൽ ജീപ്പ് വന്നാലൊക്കെ സൈഡൊക്കെ കൊടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ ജീപ്പ് സാരഥിനെ പരിചയപ്പെട്ടിട്ടല്ല നമ്മുടെ സന്തോഷത്തില്ല. ഇനി 3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജീപ്പ് യാത്ര ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷെ യാത്രയിലെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇപ്പോഴേ ജീപ്പ് യാത്ര സ്റ്റാർട്ട് ചെയ്തു. സന്തോഷേട്ടന്റെ വണ്ടി നമ്മളെ യൂട്യൂബ് ചാനൽ 1000 ആൾക്കാർ കാണുമല്ലോ. ഇങ്ങനെയല്ല തുടങ്ങുമല്ലേ? അതന്നെ. ഇതിപ്പോ നല്ല രസമില്ല. ഇതുള്ളോണ്ട് തന്നെ ഇപ്പൊ രസം. ഇനി ക്യാമറ ഉണ്ട്. വീടിന്ന് അതെടുക്കും. ബസ് ഇതാ ബാക്കോട്ടേക്ക് വരുന്നു. നമ്മുടെ ബസ് മേലോട്ട് കേറുന്നില്ല. അത് കാരണം നമ്മൾ ജീപ്പിൽ തന്നെ മുന്നോട്ടുള്ള യാത്ര എല്ലാവരും കൂടി പോകാമെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് കാണാം ബസ് ഇത് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. നമ്മൾ മറ്റൊരു റൂട്ടിലേക്ക് കൂടി പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്.
വളരെ ബുദ്ധിമുട്ടോടെ അവരിതാ ബസ് കയറുന്നു. നമ്മുടെ ജീപ്പിന്റെ ഈ ബസ് ഇതാ ഫോളോ ചെയ്തുകൊണ്ട് അപ്പം നമ്മൾ ആ അരി വിളഞ്ഞ പൊയിലിൽ നിന്നും നമ്മളെ ഇപ്പോൾ ജോസ്ഗിരിയിലേക്ക് എത്തിയിട്ടുണ്ട്. 3 കിലോമീറ്ററായിരുന്നു നമ്മളെ യാത്ര. ജീപ്പ് മാർഗ്ഗമെന്ന് വന്നത് ഭയങ്കര ദുർഘടമായിട്ടുള്ള യാത്രയായിരുന്നു. യോയോ യാത്രയായിരുന്നു. ഉള്ള യാത്രയിൽ ഫുഡും വെള്ളമൊന്നും എവിടെയും കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ജോസ്ഗിരിയിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതാ നമ്മുടെ ബസ്. ചെറിയൊരു ബ്രേക്കിന് വേണ്ടി എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ചായ ആണെന്ന് കരുതി കേക്കും പഴംപൊരിയൊക്കെ വാങ്ങി കഴിക്കാം. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ കേക്കാണ്, വളരെ ടേസ്റ്റാണെന്ന് പറയുന്നത്. തിന്നോക്കാം, നമുക്കിത് കഴിച്ചു നോക്കാം. വൈറ്റും ബ്രൗണും ഒക്കെ കേക്ക് ഉണ്ട്. ഇത് കഴിച്ചു. ബ്രൗൺ ഓക്കെ, പഴംപൊരി. പഴംപൊരി അങ്ങനെയുണ്ടോ? പഴംപൊരി നല്ല അടിപൊളി പഴംപൊരിയാണ്. എടുക്കുന്നുണ്ടോ? അടിപൊളിയാ, അടിപൊളി ഫ്രഷ് പഴംപൊരിയാണ്. ഇന്ന് ഉണ്ടാക്കിയ പോലെ തന്നെയുണ്ട്. നമ്മള് കോമള ചേച്ചിന്റെ പട്ടൻ വന്നിനാ. മനോഹരമായ തേനുണ്ടിയാണ്. സാധാരണ റൗണ്ട് കളറിലാണ്, ഇത് ഉഴുന്നുവട പോലത്തെ തേനുണ്ടി. നമ്മളിപ്പോ തേനുണ്ട വാങ്ങിച്ചിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. നല്ല റൗണ്ട് ഷേപ്പുള്ള റെഡ് കളറുള്ള തേനുണ്ടാണ്. ഇത് കഴിച്ചു നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും കഴിച്ചു നോക്കാം. ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസിനായി നമ്മൾ ഇതാ ഫോർഡ് എൻഡേവറിലേക്കാണ് മാറുന്നത്. നമ്മൾ വണ്ടി മാറി ഇതിലേക്ക് പോവുകയാണ്. കമോൺ, കേറിക്കോ. അഡ്ജസ്റ്റ് ചെയ്തോണ്ടേ ഇരുന്നോ? അല്ല, എന്തെങ്കിലും ആ വണ്ടി വന്നാ അത് വന്നാ ഇതാ ശരിയാ ഓഫ് റോഡ് എന്ന് പറയുന്നത്. നമുക്ക് മുമ്പിലത്തെ വഴി പുല്ലുപോലെ പോകുന്നല്ലേ. ശരിയാണല്ലോ, കേട്ടനെത്തുന്നുണ്ട്. പിന്നെയാ നീ ഇങ്ങോട്ടാ പോകുന്ന വഴിക്ക് കുറെ എരുമകളൊക്കെ ഉണ്ട്. വളരെ ഭയങ്കര റോഡാണ്. കുഴിയും കുണ്ടും ഒക്കെയാണ്. ഫോൺ ശരിക്കും കയ്യിൽ നിൽക്കുന്നില്ല, താഴെ വീഴാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ എൻഡോവർ യാത്ര കഴിഞ്ഞ് ഞങ്ങളിതാ നമ്മുടെ ഫോർഡ് എൻഡോവറിന് കൂടി ഇനി മേലെ പോകാൻ സ്റ്റെപ്പിലേക്ക് കൂടി കഴിയാത്തത് കാരണം നമ്മൾ കാൽനടയായി മേലോട്ട് പോവുകയാണ്. Yes, we can. Come on. Guys, let's go. കാളകളോ എരുമകളോ പശുക്കളോ
പിടിക്ക് സുഖേഷൻ പിടിച്ച വിവേകാട്ടിന് പിടിച്ചോ. വിവേകാട്ടിന്റെ കയ്യില് ബാഗ് ആദ്യം വാങ്ങ. അപ്പൊ നമ്മള് ഈ കുന്നും കൂടെ കേറാൻ പോവാന്ന്. ഇതെല്ലാം എടുക്കുന്നുണ്ട്. അത് സ്കൂളിന് അങ്ങനെ കയറിയിട്ടില്ല. ഒരു കയ്യിൽ ബാഗും കഴിയുന്നത്ര കയറിയാൽ മതി. ഇത് കയറെടുത്താൽ മതിയല്ലേ? ചേച്ചി നീ കേറി കഴിയുമ്പോഴേക്കിന്റെ എല്ലാ അസുഖവും മാറും. അപ്പൊ നമ്മളിപ്പോ ജോസ്ഗിരി ഹിൽസ് കയറുക. തിരുനെറ്റിക്കല്ല് കാണാനുള്ള പോക്ക. നല്ല വെയിലാണ്. പക്ഷെ ഈ വെയിലുണ്ടെങ്കിലും ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ നല്ലതാ. പിന്നെ കുറച്ച് സാഹസമുണ്ട്. നമ്മളെ ടീമിൽ കുറച്ച് വയസ്സായ ആൾക്കാരെല്ലാം ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ വരുന്നുണ്ട്. കുറച്ച് കല്ല് ഓഫ് റോഡ് അതാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ജോസ്ഗിരി ഹിൽസ് കയറുന്നാണ്. ഇപ്പോൾ ശരിക്കും ഇങ്ങനെ വഴിയൊന്നുമില്ല. നമ്മൾ കല്ലിൻ്റെ മേലോട്ട് ഇരുന്നിട്ടും നടന്നിട്ടും വലിയ കല്ലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പുല്ലെല്ലാം ശക്തിയൊക്കെ പിടിച്ചിട്ടെല്ലാം ചാടിയിട്ടെല്ലാം കയറുന്നത്. വള്ളിയെല്ലാം പിടിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പാടാണ്. ബ്ലോഗ് നോക്കുമ്പോ നിന്റെ ഫോട്ടോ അധികം കണ്ടില്ലെങ്കിൽ അന്നേരം പറയാം. ഓളെ മാത്രം എടുക്കുന്നത്. ആറു വയസ്സുള്ള അച്ചു മുതൽ 70 വയസ്സുള്ള മൂത്തച്ഛൻ വരെ എല്ലാവരും കയറി. വിഷമിച്ച് ശ്വാസം അടക്കി പിടിച്ച് ഇരുന്നും നിന്നും വെള്ളം കുടിച്ചും നാരങ്ങ കഴിച്ചും പാട്ടുപാടിയും തമ്മിൽ ട്രോളിയും ചെളി വാരി എറിഞ്ഞും ഞങ്ങൾ എത്തി. കുരിശിൻമടിയിൽ തിരുനെറ്റി മൂത്തൊന്നുമില്ല. ആ ചെറിയ കല്ല് ചവിട്ട്. ടേബിൾ ആയിട്ടുള്ള കാല ചെറിയ കല്ലുമല്ല് മതി. ആടെ നിന്നോട്ടെ. അത് ഇറങ്ങാൻ പറ്റി ഇറങ്ങാൻ പണിയുണ്ട്. ഇറങ്ങാൻ നമുക്ക് തീരാവൂല. ഇരുന്നിരുന്നിട്ട് ഇറങ്ങാൻ നമുക്ക് നേരം വെയിലുണ്ടാവൂലോ. വെയിലുണ്ടാവൂല. ഉച്ചക്ക് ഉച്ചക്ക് ഭക്ഷണം താഴെ വന്നിട്ടാ കിട്ടുക. ഭക്ഷണം നമുക്ക് നേരെ എത്തിട്ടോ. ഫുഡ് ഇത് സ്നാക്സ് രവി. അപ്പൊ നേരെ ഇഷ്ടം പോയല്ലോ. കുറച്ചേ ഉള്ളത്. ആടെ മൂത്തമ്മയാണ് നമ്മളെ എല്ലാം. അമ്മേനെ ഇരിക്കും. Josgiri is a village situated in the northeast part of Kerala. കണ്ണൂരിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി പ്രകൃതിയുടെ മടിത്തട്ടിൽ ഉറങ്ങുന്ന മനോഹരി നമ്മുടെ ജോസ്ഗിരി. एक तरफ कर्नाटका की विशाल सीमा और दूसरी तरफ हरियाली और पहाड़. പോര വഴിയിൽ നിറയെ ചർച്ച്, നീർവീഴ്ച ഇതെല്ലാം പാക്കലാം. ആലക്കോട് കാർത്തികപുരം ഉദയഗിരി വഴിയാണ് ഇവിടേക്കുള്ള യാത്ര. നിയറസ്റ്റ് എയർപോർട്ട് കണ്ണൂർ. നിയറസ്റ്റ് ബസ് സ്റ്റേഷൻ തളിപ്പറമ്പ്. നിയറസ്റ്റ് ട്രെയിൻ സ്റ്റേഷൻ കണ്ണൂർ. Finally, we reached Josgiri.
12 മണിയാകുമ്പോൾ ഇവിടെ എത്തി. നല്ല ചൂടാ, പക്ഷേങ്കിൽ വെയിലുണ്ട്, എന്നാലും ക്ലൈമറ്റ് നല്ലതാ. ഇവിടെ കാണാൻ നല്ല സൂപ്പർ പൊളി ബാക്ക്ഗ്രൗണ്ട് ആട്ടാ, ഒരു രക്ഷയില്ല. പിന്നെ കയറാൻ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ കയറി, 4 ആൾക്കാർ മേലെ കുരിശിൻ്റെ അടുക്ക് എത്തി. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു പാറ കാണാൻ പറ്റുന്നുണ്ട്. ഈ പാറേൻ്റെ അടിയിലെ ബാക്കിയുള്ളവരൊക്കെ നിന്നാൽ അവിടെ നല്ല തണലുണ്ട്, അവരെല്ലാം അവിടുന്ന് ചില്ല് ചെയ്യാണ്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ സ്ഥലം കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി ഷൂട്ടിന് വന്നിട്ടുണ്ട്, ഷൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ നല്ല തന്നെ രസമുണ്ട് കാണാൻ, സൂപ്പർ പൊളിച്ച്. അതെ കുട്ട ജമ്പ് ചെയ്തോ? അതെ എന്റെ അപ്പ എനിക്ക് ആവൂലടെ ഷൂ അയച്ചാ, ഷൂ അയക്ക്. മേടിക്കണ്ടപ്പാ, എന്തൊരു പാടുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങിയ പോലെ ഇറങ്ങൂട്ടാ, വീഡിയോ എടുക്കുന്നുണ്ട്. ചന്തിയേ വരൂ.